അച്ഛൻ്റെ രാഷ്ട്രീയം എൻ്റെ കരിയറിനെ പോലും ബാധിക്കുന്നു. BJP മൂലം വീട്ടിൽ വന്നിരുന്ന സുഹൃത്തുക്കളുടെ മനോഭാവം പോലും മാറി. മകൻ മാധവ് സുരേഷിൻ്റെ വാക്കുകളാണ്. ഇത് മാധവ് സുരേഷിൻ്റെ വാക്കുകളായതുകൊണ്ടല്ല ഞാനിത് ഉദാഹരിച്ചത്. ഈ കേരള സമൂഹത്തിൽ ഇത്തരം സംഗതികൾ ഉണ്ടാക്കുന്ന ഒരു ചിന്താഗതിയുടെ മാറ്റം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവായ സുരേഷ് ഗോപിയെ എല്ലാവരും ഹീറോ ആയി ആഘോഷിച്ചതാണ്, കൊണ്ടു നടന്നതാണ്. അവരെയൊക്കെ നാനാജാതി മതത്തിൽപ്പെട്ട മനുഷ്യർ സ്നേഹിച്ചിരുന്നതും അംഗീകരിച്ചിരുന്നതും സുരേഷ് ഗോപി എൻ്റെ ജാതിയാണോ മറ്റൊരു ജാതിയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജാതിയാണോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല. അവരെയൊക്കെ സ്നേഹിച്ചിരുന്നത് അവരോടുള്ള അഭിനയത്തിൻ്റെ ഇഷ്ടം, പിന്നെ ആ അഭിനയത്തിൻ്റെ ഇഷ്ടം മൂത്തൊരു തരം വ്യക്തിപരമായ ഇഷ്ടമായി മാറി അങ്ങനെ കൊണ്ടു നടന്നവരാണ്. കമ്മീഷണറും ഏകലവ്യനുമൊക്കെ എത്ര ആവേശത്തോടെയും ഇഷ്ടത്തോടെയും കേരളത്തിലെ പൊതുസമൂഹം കൈയടിച്ച് സ്വീകരിച്ച കഥാപാത്രങ്ങളാണ്. അതൊക്കെ കഥാപാത്രങ്ങളാവുമ്പോഴും ആ കഥാപാത്രങ്ങളായി അഭിനയിക്കുന്ന യഥാർത്ഥ മനുഷ്യരെയും സ്നേഹിക്കുകയും ഹീറോ ആക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മതേതര മനസ്സുകൾക്കും മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ ഏതാണ്ട് 90% പേർക്കും, 90% എന്ന് പറഞ്ഞാൽ 10% ഞാൻ ഗ്യാപ്പിട്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ അവസരവാദികളും നിക്ഷിപ്ത താല്പര്യക്കാരുമായ ആളുകളും അടങ്ങുന്നൊരു സംഘത്തെയാണ്. അവരൊഴികെയുള്ള ആളുകൾക്കെല്ലാം BJPയും BJPയുടെ ഭരണവും തങ്ങളുടെ സമൂഹത്തെയും സമുദായത്തെയും സമൂഹത്തെയും നശിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്ന ശക്തമായ വികാരം അവരിലുണ്ടാക്കിയിട്ടുണ്ട്. ആ വികാരം അതൊക്കെ വെറും തോന്നലാണ്, അത് മീഡിയ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അത് മീഡിയ ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ കുറച്ച് നിരപരാധികളായ അല്ലെങ്കിൽ മൃദുനിലപാടുകാരായ സംഘപരിവാറുകാർ പറഞ്ഞാലും അതിനൊക്കെ അപ്പുറത്താണ് ഓരോ സംഭവങ്ങളും അവരോട് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇറച്ചിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊല്ലുന്ന ആൾ, ഇടിച്ചു തകർക്കപ്പെടുന്ന ദേവാലയങ്ങൾ, കൊല്ലപ്പെടുന്ന മനുഷ്യർ, മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും പ്രസ്താവനകൾ, ഇതൊക്കെയും ചെന്ന് പതിക്കുന്നത് അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ്, അവരുടെ നിലനിൽപ്പിനെ ഇല്ലാതാക്കിക്കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനോടൊപ്പം കൂടുന്ന ആ ആശയത്തെ പിന്തുണയ്ക്കുന്ന ഏതൊരാളിനെയും അവർ ഒരല്പം സംശയത്തോടെയും അകലത്തിലുമായിരിക്കും നിർത്തുക. അതല്ലെങ്കിൽ എന്ത് വേണം? എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് ഗവൺമെൻറ്റായി ഭരിക്കുന്ന ഗവൺമെൻറ് മാറണം. ഇതിനു മുമ്പ് വാജ്പേയി ഭരിച്ചപ്പോൾ ഈ ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് വേറെ ഒരു പാർട്ടിക്കാരും ഭരിക്കുമ്പോൾ ഈ ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഫീലിംഗ് വളരെ ശക്തമാണ്. ആ വികാരത്തിൽ കൃത്രിമമില്ലാത്തതുകൊണ്ടാണ് ഇപ്പം മാധവ് സുരേഷ് പറഞ്ഞതുപോലെ പലരും അകലം പാലിക്കുന്നതും മാറി നിൽക്കുന്നതും സ്വഭാവത്തിൽ വ്യതിയാനം വരുത്തുന്നതും എല്ലാം. ആ മാറി നിൽക്കലിൻ്റെയും ആ മാറ്റി നിർത്തലിൻ്റെയും ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ഭരിക്കുന്നവരാണ് തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനിച്ചാൽ അതിൽ 1 മണിക്കൂർ കൊണ്ട് അവസാനിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അവർ തീരുമാനിക്കാത്തത് എന്താണ്? അവർ ആ നീതിയുടെ ഭാഗത്താണെന്ന് അറിഞ്ഞതുകൊണ്ടല്ല, മറിച്ച് അതവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ഈ വിരോധം എന്ന തിരിച്ചറിവുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാകാത്തവരല്ല BJPയിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഇതിനെ നയിക്കുന്നവരോ ആരും. പക്ഷേ അവർ കാണുന്നൊരു പൊളിറ്റിക്സ് 20%, 4-5% വരുന്ന ബാക്കിയുള്ള മൈനോറിറ്റീസിനെ എല്ലാം കൂടി എതിർത്താൽ ബാക്കിയുള്ള 75-ൽ ഒരു 40% കിട്ടിയാലും എല്ലാ കാലവും രാഷ്ട്രീയ വിജയം ഭദ്രമായിരിക്കും എന്ന ചിന്തയിൽ നിന്നാണ് അതുണ്ടാവുന്നത്. അതുകൊണ്ട് മോനെ മാധവ് സുരേഷേ, അകലെ നിൽക്കുന്നവരെ അല്ല, അല്ലെ മനോഭാവം മാറിയവരെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്. നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന ആശയം, അത് മുന്നോട്ട് വെക്കുന്ന സന്ദേശം, അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ചിന്തയും ബോധവുമാണ് ആ മാറ്റത്തിന് കാരണമെന്ന് മനസ്സിലാക്കുന്നിടത്താണ് നീ നിൻ്റെ പിതാവിൽ നിന്നും വേറിട്ട് നിൽക്കുന്നവനാകേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ആളുകളുടെ മനോഭാവവും മാറും, അതുറപ്പ്.